ഇന്ന് നമ്മള് എന്റെ അച്ഛന്റെ നാടായിട്ടുള്ള പാലക്കാട്ടേക്ക് ഒന്ന് പോവാണ്. എന്തിനാണെന്നുള്ളതൊക്കെ വഴിയെ പറയാട്ടാ. അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ മീഷോന്ന് എടുത്തതാണ് കേട്ടാ. ചേച്ചി നടന്നോ ചേച്ചി, ഞാൻ വീഡിയോ എടുക്കാന്നും പറഞ്ഞ് അമ്മിണിക്കുട്ടി എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടത്. പ്രശാന്ത് ഏട്ടൻ ഇന്നൊരു കല്ലിടലുണ്ട്, അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഏട്ടൻ അങ്ങോട്ട് എത്തിക്കോളാം, നിങ്ങൾ എല്ലാരും കൂടി പൊക്കോളാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഞാനും ശ്രീകുട്ടനും അമ്മിണിയും അച്ഛനും പിള്ളേരും കൂടിയിട്ടും അമ്മയും വല്യച്ഛനും വല്യമ്മയും കൂടിയിട്ടാണ് പോയേക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ ആര്യാസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ആര്യാസിലും ശരവണ ഭവനിലൊക്കെ കയറാനുള്ള കാരണം ഈ ഒരു സംഭവമാണ് കേട്ടാ. ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടാണ്. അങ്ങനെ നമ്മള് പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇതാണ് നന്ദുഅമ്മ, എന്റെ ചേടത്തിയമ്മയുടെ അമ്മയാണ്. എന്റെ ചേടത്തിയമ്മയുടെ വളകാപ്പിനാണ് ഇന്ന് നമ്മൾ വന്നേക്കണേ. കിട്ടിയ ചക്കി മാങ്ങയൊക്കെ എടുത്ത് കാറിലിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ കാറ് നിർത്തിയപ്പോഴേ അതാ വീടിന്ന് വെച്ച് പിള്ളേര് അവിടെ കയറിപ്പോയി. പിന്നെ അച്ഛൻ പിടിച്ചു കൊണ്ടുപോന്നിട്ടുണ്ട്. ദേ ഇരിക്കണു വല്യച്ഛനും വല്യമ്മയൊക്കെ. ഞങ്ങൾ എത്തണേന് മുമ്പ് അവരെത്തിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ ശരത്തേട്ടൻ, എന്റെ വല്യമ്മയുടെ മോൻ. ആളുടെ വൈഫ് ആദി ചേച്ചിയുടെയാണ് ഇന്ന് വളകാപ്പ്. ഇതാണ് ആ സുന്ദരിക്കുട്ടി ആദി ചേച്ചി. ഞങ്ങൾ ചെന്നപ്പോ ആദി ചേച്ചി വളകാപ്പിനുള്ള ഒരുക്കങ്ങളിലാണ്. മേക്കപ്പ് ഒന്നും ചെയ്തില്ലേലും സുന്ദരി മണിയാണ് ആദി ചേച്ചി. ആദി ചേച്ചിക്ക് പൂവയ്ക്കണേന്റെ ഇടയിൽ ഇവിടെ ഒരു അമ്മായിമ്മ മരുമോൾക്ക് പൂ വെച്ചു കൊടുക്കണ നോക്കൂ. ഇപ്പോഴത്തെ അമ്മായിമ്മമാരൊക്കെ അടിപൊളിയാണല്ലോ അല്ലെങ്കിലും. ഇതാണ് കേട്ടോ ആദി ചേച്ചിയുടെ അച്ഛൻ. ആളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആദി ചേച്ചിയും നന്ദൂമ്മയൊക്കെ പറയണ കേട്ടിട്ട് ഒരുപാട് അടുപ്പം തോന്നുന്നുണ്ട് കേട്ടോ ആളോട്. അപ്പൊ നമ്മുടെ സുന്ദരി കുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ ആരംഭിച്ചാലോ. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ വളകാപ്പ് ഫംഗ്ഷൻ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടാ. തായ്മൈ വാഴ്കന തൂയിൽ സിന്തമി ആരീരാരോ ആരാരോ, ആ പാട്ടൊക്കെ വെച്ചിട്ട് ആ ഒരു ഫീലിലാണ് കേട്ടാ ഇതെല്ലാം നടന്നത്. ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കണ വളകാപ്പായതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടാ. ഈ ഓരോ സംഭവങ്ങളും ഞാൻ നോക്കി ഇങ്ങനെ ഇരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ വളകാപ്പ് ഫംഗ്ഷൻ. എല്ലാവരും വന്ന് മഞ്ഞളും ചന്ദനൊക്കെ തൊടിയിച്ച് കുങ്കുമം തൊടിയിച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് വളയൊക്കെ ഇടിയിപ്പിച്ച് അവരെ ബ്ലെസ് ചെയ്ത് പോകുന്ന പരിപാടി. അയ്യോ എന്ത് രസാ. എന്റെ ഒക്കെ പ്രഗ്നൻസി ടൈമിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ലാന്നേ. ഇപ്പൊ കല്യാണത്തിന്റെ ടൈമിലാണെങ്കിലും പ്രഗ്നൻസി ടൈമിലാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങളാ അല്ലെ. ഇതൊന്നും ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ജാനുവിന്റെ പ്രഗ്നൻസി എങ്കിലും ഇത്തിരി ലേറ്റ് ആക്കായിരുന്നു. അങ്ങനെ നന്ദുഅമ്മയും ഗീതവല്യമ്മയും എന്റെ അമ്മയും അച്ഛനും വല്യച്ഛനും ബാക്കി ബന്ധുക്കളൊക്കെ കൊടുത്തു. ഇനി എന്റെ ഊഴാണ് കേട്ടാ. അങ്ങനെ ഞാൻ ചന്ദനവും കുങ്കുമൊക്കെ തൊടിയിച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് വാളയൊക്കെ ഇടിയിപ്പിച്ചു കേട്ടാ. ഈ ഓരോരോ കാര്യങ്ങളുടെ പിന്നിലും ഓരോരോ വിശ്വാസങ്ങൾ ഉണ്ട് കേട്ടാ. അതെല്ലാം എനിക്ക് മനസ്സിലായതേ ഈ ചടങ്ങുകൾക്ക് ശേഷം ആദി ചേച്ചിയുടെ ഒരു ആന്റിയൊക്കെ കൂടിയിട്ട് ഒരു ഗെയിം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഓരോന്നിന്റെ പിന്നിലുള്ള വിശ്വാസങ്ങളും കൺസെപ്റ്റും എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടാ. എന്തായാലും ആദി ചേച്ചി ഭയങ്കര ഹാപ്പിയായി. ആദി ചേച്ചി മാത്രല്ല ഞങ്ങളെല്ലാവരും ഈ ഒരു ഫംഗ്ഷനിൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ എല്ലാവരും മാറി മാറി